So the next chapter is X-ray films, intensifying screens and processing. So what are radiographic films? Okay. X-ray film is an image receptor system used in dental radiology. Okay, നമ്മൾ ഇൻട്രാഓറൽ റേഡിയോഗ്രാഫിന് ഇമേജ് റിസപ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഇതിനാണ് പറയുന്നത് എക്സ്റേ ഫിലിം എന്ന്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു റെക്കോർഡ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഒബ്ജെക്ട് that is a tissue through which the X-ray passes. Hence, they greatly help in diagnosis and treatment of the patient's problem. Okay, X-ray pass ചെയ്യുമ്പോഴത്തേന് അതിലാണ് X-ray ഫിലിമിലാണ് ഇമേജ് റെക്കോർഡ് ആവുന്നത്. Okay, that is helpful in diagnosis and treatment of the patient problems. It is used in intraoral radiography. The X-ray films are sensitive to the green and the blue light, less sensitive to yellow and red light. Okay, note the X-ray films, they are more sensitive to the green and the blue light and less sensitive to yellow and red light. അതുകൊണ്ടാണ് നമുക്കറിയാം പ്രോസസ്സിംഗ് റൂമിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് ഏതാണ്? റെഡ് HPX ലൈറ്റ് ആണ് പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ടു അവോയ്ഡ് ദ ഫോഗിങ് ഓഫ് ദ ഫിലിംസ്. ഓക്കെ, അപ്പം ഏറ്റവും സെൻസിറ്റീവ് ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ്. സോ അവോയ്ഡ് ഗ്രീൻ ആൻഡ് ബ്ലൂ ലൈറ്റ് ഇൻ ദ പ്രോസസ്സിംഗ് റൂംസ്. Okay, less sensitive to yellow and the red light. Coming to the components of the X-ray film. Okay, it is composed of base and emulsion. Okay, രണ്ട് components ഉണ്ട്, ബേസും എമൽഷനും. അതിൽ base is made up of polyester polyethylene terephthalate and emulsion is made up of silver bromide and silver iodide crystals in a vehicle of gelatin matrix. Okay, ഒരു gelatin matrixനകത്ത് സിൽവറും ബ്രോമൈഡും സിൽവർ iodide crystalsും together ആണ് they constitute the emulsion. ഓക്കെ, ആ ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഫസ്റ്റ് ഔട്ടർ മെയിനായിട്ട് രണ്ട് ലെയേഴ്സ് ആണുള്ളത്, ബേസും എമൽഷനും. ഓക്കെ, ബേസ് ആൻഡ് ദ എമൽഷൻ ലെയർ. ഓക്കെ, ബേസിനും എമൽഷനും ഇടയ്ക്കായിട്ട് ഒരു അഡ്ഹസീവ് ലെയർ ഉണ്ട്, ദർ ഇസ് ആൻ അഡ്ഹസീവ് ലെയർ. ആൻഡ് ഒരു എമൽഷൻ്റെ മുകളിലായിട്ട് ദർ ഇസ് എ സൂപ്പർ കോട്ടിംഗ്. ഓക്കെ, ആഡഡ് കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടി ദർ ഇസ് എ സൂപ്പർ കോട്ടിംഗ് സർഫസ്. All the photographic films are affected by X-rays to some extent. Okay, the standard temperature and the time for developing the X-rays are 72 degrees Fahrenheit for 4 minutes. That's important. Temperature is 72 degrees Fahrenheit and the time required is 4 minutes for the developing X-rays. Small focal spot result in small apparent source of X-rays and thus increase in the sharpness of the image. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഫോക്കൽ സ്പോട്ട് സ്മോൾ ആവുന്നതിന് കൂടെ എന്തായിരിക്കും ഇമേജ് ഷാർപ്നെസ് കൂടും. Okay, then X-ray films are washed in running water for 4 minutes. Okay, അത് നമ്മൾ ഡെവലപ്പിങ്ങും ഫിക്സിങ്ങും കഴിഞ്ഞതിന് ശേഷം they are washed in the running water for 4 minutes. അത് രണ്ടും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. Temperature and the time is 72 degrees Fahrenheit for 4 minutes and they are washed in running water for 4 minutes. നെക്സ്റ്റ് കമ്മിങ് അബൌട്ട് ദ ഇൻട്രാഓറൽ ഫിലിം പാക്കേജിങ്. ഓക്കെ, നമുക്കറിയാം ഒരു അയോപ്യ ഫിലിമിന് ഇറ്റ് ഹാസ് ആൻ ഔട്ടർ പ്ലാസ്റ്റിക് റാപ്പിംഗ്, ഒരു പ്ലാസ്റ്റിക് കവറിങ് അല്ലെങ്കിൽ അതിനൊരു പ്ലാസ്റ്റിക് കവറിങ് ഉണ്ട്, റാപ്പിംഗ് ഉണ്ട് ഔട്ട് സൈഡായിട്ട്. അത് എന്താണ്? ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വൈറ്റ് പേപ്പർ ഓർ എ സോഫ്റ്റ് വിനൈൽ അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഔട്ടർ പ്ലാസ്റ്റിക് കവറിങ് which is hermetically sealed. Hermetically sealed എന്ന് വെച്ചാൽ അതൊരു ടൈറ്റ്ലി സീൽഡ് ആയിരിക്കും. ടൈറ്റ്ലി സീൽഡ് ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് അലോ ദ പാസേജ് ഓഫ് എനി എയർ ഓർ ഓക്സിജൻ. അങ്ങനെ നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ എന്ന് പറയില്ല, അതുപോലെ ഒരു ഓക്സിജനും എയറിൻ്റെ ഒന്നും ഒരു ഇൻഫ്ലുവൻസിൽ കയറാത്ത പോലെ ഒരു സീൽ ചെയ്തേക്കുന്ന ഒരു കവറിങ്. ആൻഡ് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹെർമെറ്റിക്കലി സീൽഡ്. Okay, it is semi-stiff. Stiff means it is not very rigid, but it is slightly flexible. Semi-stiff, moisture-proof, and it is light-proof. Okay, അതാണ് ആ പ്ലാസ്റ്റിക് റാപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർലി ഇൻഡിക്കേറ്റഡ് വിച്ച് സൈഡ് ഓഫ് ദ ഫിലിം ഷുഡ് ബി ഡയറക്റ്റഡ് ടുവേഴ്സ് ദ എക്സ്റേ ട്യൂബ്. നമുക്കറിയാം അതിൽ ഏത് സൈഡാണ് എപ്പോഴും എക്സ്റേ ട്യൂബിന് ഇതായിട്ട് വെക്കേണ്ടത്, എക്സ്റേ ട്യൂബിന് ഡയറക്റ്റ് ചെയ്ത് വെക്കേണ്ടത്. നമുക്കറിയാം ഒരു വൈറ്റ് കവറിങ് ഉണ്ട്, അതാണ് എപ്പോഴും ട്യൂബിനെ ഫേസ് ചെയ്ത് ഇരിക്കേണ്ടത്. ദ ഫേഷ്യൽ ആസ്പെക്ട് ഓഫ് ദ ഇൻട്രാഓറൽ ഫിലിം ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ കോൺവെക്സിറ്റി ഓഫ് ദ എംബഡഡ് ഡോട്ട്. ഓക്കെ, അതിൻ്റെ ഏതാണ് ഫേഷ്യൽ ആസ്പെക്ട് എന്ന് പറയുന്നത്? നമുക്കൊരു ഡോട്ട് ഉണ്ട്, നമുക്കറിയാം അതിൻ്റെ ഒക്ലൂഷ്യൽ ആസ്പെക്റ്റിൽ ഒരു ഡോട്ട് ഉണ്ട്. അതിൻ്റെ കോൺവെക്സിറ്റി ജസ്റ്റ് കൈ വെച്ചിട്ട് നമ്മൾ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് അതിൻ്റെ കോൺവെക്സിറ്റി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യും. അതാണ് ഫേഷ്യൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ കോൺവെക്സിറ്റി ഓഫ് ദ എംബഡഡ് ഡോട്ട്. ഓക്കെ, പിന്നെ നമുക്കറിയാം അത് നമ്മൾ പതിയെ റാപ്പ് റിമൂവ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു ഫിലിം കാണും, അവിടെയാണ് ഇമേജ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് കളേർഡ് പേപ്പർ റാപ്പ്, എ ലെഡ് ഫോയിൽ. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് എൻ ഔട്ടർ പ്രൊട്ടക്റ്റീവ് പ്ലാസ്റ്റിക് ജാക്കറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ?
Next is latent image. Okay, latent image നമ്മളൊരു സിമ്പിൾ ടേമിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പീരിയഡ് ബിറ്റ്വീൻ ദ എക്സ്പോഷർ ടു എക്സ്റേസ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ റേഡിയോഗ്രാഫിക് ഇമേജ്. ഓക്കെ, നമ്മളൊരു സിമ്പിൾ ടേമിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ എക്സ്റേ എക്സ്പോസ് ആയ ആ ടൈം തൊട്ട് റേഡിയോഗ്രാഫിക് ഇമേജ് ഫുള്ളി ഡെവലപ്പ് ആകുന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ ആ ഫിലിമിലുള്ള ആ ഒരു ഇൻവിസിബിൾ ഇമേജ് അതിനെയാണ് നമ്മൾ പറയുന്നത് latent image. Okay, it is the period between the exposure to X-rays and the development of the radiographic image. ഓക്കെ, നമുക്കറിയാം നമ്മൾ എക്സ്റേ എക്സ്പോഷർ നടക്കുമ്പോൾ ഈ എക്സ്റേ ഫിലിമിലുള്ള സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ് ദേ അബ്സോർബ് എക്സ്റേ റേഡിയേഷൻ ഡ്യൂറിങ് ദ എക്സ്റേ എക്സ്പോഷർ എന്നിട്ട് ആൻഡ് ദേ സ്റ്റോർ ദ എനർജി ഫ്രം ദ റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ ആ എക്സ്റേ നിന്നുള്ള എനർജിയെ ആര് അബ്സോർബ് ചെയ്യും? സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ്. എന്നിട്ട് അവർ ആ എനർജി അതിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ദ സ്റ്റോർഡ് എനർജി വിത്തിൻ ദ സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ് ദേ ഫോം എ പാറ്റേൺ. ആ എനർജി എല്ലാം കൂടി ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ട് ദേ ക്രിയേറ്റ് ആൻ ഇൻവിസിബിൾ ഇമേജ് വിത്തിൻ ദ എമൽഷൻ ഓൺ ദ എക്സ്പോസ്ഡ് ആൻഡ് വിച്ച് കനോട്ട് ബി സീൻ. അതൊരു ഇൻവിസിബിൾ ഇമേജ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് റെഫർഡ് ടു ആസ് എ ലേറ്റന്റ് ഇമേജ്. ഓക്കെ, മനസ്സിലായോ? ആ എനർജി എല്ലാം സിൽവർ ഹാലൈഡ് എക്സ് റേഡിയേഷനിൽ നിന്നുള്ള എനർജി സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ് അബ്സോർബ് ചെയ്തിട്ട് അതൊരു ഇൻവിസിബിൾ ഇമേജിനെ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇറ്റ് ഈസ് എ പീരിയഡ് ബിറ്റ്വീൻ ദ എക്സ്റേ എക്സ്പോഷർ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ദ ഫൈനൽ ഇമേജ്. ആ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഇമേജ്, അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇൻവിസിബിൾ ഇമേജിനാണ് നമ്മൾ പറയുന്നത് ലേറ്റന്റ് ഇമേജ് ഇൻ സിമ്പിൾ ടേംസ്. Depending on the density of the object in the area exposed, silver halide crystals they contain various levels of the stored energy. ഓക്കെ, അപ്പോൾ എക്സ്റേ റേഡിയേഷൻ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ആകുന്ന റേഡിയോഗ്രാഫിക് ഫിലിമിലെ ഏരിയയിൽ കൂടുതൽ എനർജി ഉണ്ടായിരിക്കും. അത് കുറവായിട്ട് കിട്ടുന്നതാണെങ്കിൽ കുറവ് എനർജി ഉണ്ടായിരിക്കും. സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ് ദാറ്റ് കറസ്പോണ്ട്സ് ടു എയർ സ്പേസ് റിസീവ് മോർ റേഡിയേഷൻ ആൻഡ് ദേ ആർ ഹൈലി എനർജൈസ്ഡ്. ഓക്കെ, എയർ സ്പേസിലേക്ക് കൂടുതലായിട്ടുള്ള റേഡിയേഷൻ കിട്ടുന്ന ഏരിയയിൽ അവിടെ എനർജിയും അബ്സോർപ്ഷനും ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ടേംസിൽ ലേറ്റന്റ് ഇമേജ് എന്താണെന്ന് മനസ്സിലായല്ലോ. സോ ലേറ്റന്റ് ഇമേജ് അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം സിമ്പിൾ ടേം ദ ലേറ്റന്റ് ഇമേജ് പീരിയഡ് ഇറ്റ് ഈസ് എ പീരിയഡ് ബിറ്റ്വീൻ എക്സ്പോഷർ ടു ദ എക്സ്റേസ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ റേഡിയോഗ്രാഫിക് ഇമേജ്. റേഡിയേഷൻ എക്സ്പോഷർ മുതൽ ആ ഫൈനൽ റേഡിയോഗ്രാഫിക് ഇമേജ് ആകുന്നോടം വരെയുള്ള ആ ടൈം പീരിയഡ്, ആ ടൈം പീരിയഡിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻവിസിബിൾ ഇമേജിനാണ് നമ്മൾ പറയുന്നത് ലേറ്റന്റ് ഇമേജ് പീരിയഡ്, അല്ലെങ്കിൽ ദാറ്റ് ഇമേജ് ഇസ് കോൾഡ് ആസ് ദ ലേറ്റന്റ് ഇമേജ്. Coming to the next one, that is the X-ray film processing. X-ray film processing nathu main aayittu rendu component undu, developing solution as well as the fixing solution. Okay, the developing solution consists of the developer, activator or the alkalizer, preservative and the restrainer. Okay, the main initiator of the X-ray developing is a hydroquinone, which is the initiator. That is a question. Which is the initiator in the developing solution is the hydroquinone. Okay, our function, the other one is the phenidone. Okay, function is they amplifies the latent image by converting silver halide crystals into metallic silver. Okay, latent image ne final image ആയിട്ട് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. phenidone, it is the first electron donor in the initiation. Okay, initiation help ചെയ്യുന്ന phenidone ആണ്. It is the first electron donor. The next one is the activator or the alkalizer. അതായത് sodium or the potassium hydroxide. It is the activator or the alkalizer. They helps in maintaining the alkaline pH. Or alkaline pH അവിടെ create ചെയ്യുന്നു. They causes the gelatin to swell so that the developing agents can diffuse into emulsion. Okay. The third one is the sodium sulfate, which is a preservative. They protects the developer from oxidation. And the fourth one is the potassium or the sodium bromide. It is a restrainer and it reduces the development of the silver halide crystals. Clear? Coming to the next one, that is a fixer. Fixer nathullathu clearing agent, an acidifier, preservative and a hardener. Okay, sodium or the ammonium thiosulfate is the clearing agent. This removes the unexpected silver halide crystals by forming complexes. The next one is acetic acid, which is acidifier. This inactivates the carryover developing agents. Okay, the third one is the preservative, which is the NH4 sulfate, that is ammonium sulfide. Okay, this prevents the oxidation of the thiosulfate clearing agent. And the fourth one is the aluminum salts, or which is the hardener, and this prevents the damage to the gelatin. Okay, മനസ്സിലായല്ലോ developing or the fixer. Okay, this you have to mug up this. Okay, the ഓരോന്നിൻ്റെയും ഫങ്ഷനും ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടിയും ഏതാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്.
Okay, that is about the developing and the fixer solution. And the most frequently asked question about the initiator, which is initiator in the developing, that is the hydroquinone. If the option doesn't contain hydroquinone, then go for the phenidone. Clear? Before dipping the film in developer, the levels of the developer and the fixer solution are checked before by followed by a stirring of the solution. Okay, നമ്മൾ ഡെവലപ്പിംഗ് ആൻഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ ഫിക്സിംഗ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡെവലപ്പർ ആൻഡ് ഫിക്സർ ആംപിൾ ലെവലിലാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്തായിരിക്കും ഫുൾ ഡിപ്ഡ് ആവത്തില്ല ഫിലിം. പിന്നെ സൊല്യൂഷൻ ഷുഡ് ബി സ്റ്റേർഡ് പ്രോപ്പർലി. എന്തുകൊണ്ടാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസ് എല്ലാം ഒരുപോലെ മിക്സ് ആവാൻ വേണ്ടി ഇറ്റ് ഷുഡ് ബി സ്റ്റേർഡ് പ്രോപ്പർലി ബിഫോർ ദ പ്രോസസ്സിംഗ് സ്റ്റാർട്ട്സ്. Okay, next is about the dark room. The primary function of the dark room is to provide a completely darkened environment where X-ray films can be handled and processed to produce a diagnostic image in an efficient, precise and a standardized procedure. ഓക്കെ, ഒരു ഡാർക്കൻ എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ വേണം എപ്പോഴും ഡാർക്ക് റൂം സെറ്റപ്പ് ചെയ്യാൻ. സിൻസ് ദ പ്രോസസ്സിംഗ് ഓപ്പറേഷൻസ് ആർ ക്യാരിയഡ് ഔട്ട് ഇൻ നിയർ ടോട്ടൽ ഡാർക്ക്നെസ്, എവറി പീസ് ഓഫ് എക്യുപ്മെൻറ്റ് മസ്റ്റ് ബി ഇൻ എ സ്പെസിഫിക് പ്ലേസ്. ഓക്കെ, എപ്പോഴും എക്യുപ്മെൻറ്റ്സ് എല്ലാം അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസിലായിരിക്കും. ഓക്കെ, ഓൾവേസ് അത് ഡിസ്പ്ലേസ് ആവുന്നത് ശ്രദ്ധിക്കണം. ഓക്കെ, അതാണ് ഡാർക്ക് റൂം. Here you can appreciate a dark room, schematic representation of a dark room. Easy അല്ലേ? ഓക്കെ, അവിടെ നമുക്ക് can see 14, 16, 17 അവിടേക്ക് എന്താണ് ഡെവലപ്പർ, this is developer, fixer and there is washing area. Okay, after washing there you can see 3 and 4 is the X-ray film holders are placed for the drying of the X-ray film. Okay, all those are the this is just a schematic representation of a dark room. The X-ray films are very sensitive to blue-green region of the spectrum and less sensitive to the yellow and the red wavelength. Okay, അപ്പോൾ നമുക്കറിയാം they are highly sensitive to blue-green light and less sensitive to the yellow and the red wavelength. So the red GBX2 filter is recommended as a safe light in dark room. Okay, dark room നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്താണ് red GBX2 filter. In dark room, slave light will be of low intensity illumination of relatively long wavelength. Okay, intensity low ആയിരിക്കണം and the wavelength should be long wavelength. So we know red light has the highest wavelength. Red light നാണ് wavelength കൂടുതൽ. അതുകൊണ്ടാണ് preferred light of choice in the dark room is red GBX2 filter. Next, coming to the processing errors. Okay, processing time il varavuna notable errors aanu. First one, crimp marks due to excess application of pressure on the radiograph. Okay, നമ്മൾ റേഡിയോഗ്രാഫിക് ഫിലിം നമ്മളത് ഫോൾഡ് ചെയ്യുകയോ ബെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ടൈമിൽ അതിൽ എക്സസ് പ്രഷർ ഒക്കെ കൊടുത്താൽ there can be crimp marks. Okay, then droplets of fixing solution before developing the film causes a light spot. Fixing ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫിക്സർ വീണ it can causes a light spot on the film. Then droplets of developer before processing causes a dark spot. Okay, process start ചെയ്യുന്നതിന് മുമ്പ് ഡെവലപ്പർ വല്ലതും അതിൽ വീണാൽ it can produce a dark spot. Static electricity causes dark lines with a tree-like image. Okay, ഒരു tree-like image പോലെ വരുന്നതാണ്. It is due to the static electricity. And there can be yellowish staining occurs if the film is not washed properly. Okay, fixer proper ആയിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കറിയാം it should be washed under running water for 4 minutes. Okay, അപ്പോൾ അങ്ങനെ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ there can be remnants of the processor, and that is the fixer. Okay, fixer under remnants which can produce an yellowish staining. So X-ray film should be washed properly. പിന്നെ if it is done in high temperature, നല്ല ടെമ്പറേച്ചർ ഹൈ ആയിട്ടാണ് സൊല്യൂഷൻ്റെ എങ്കിൽ it can produce dark radiographs. Okay, questions can be asked from this processing errors area. Coming to the next one, that is over fixing, which can cause light radiograph. Over developing can cause dark radiograph. Directly putting in fixer causes a clear film with no image. കാരണം എന്താണ് അവിടെ ഡെവലപ്പിംഗ് നടന്നിട്ടില്ല, നമ്മുടെ ലേറ്റൻറ്റ് ഇമേജ് ഫൈനൽ ഇമേജ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കൺവേർട്ട് ആയിട്ടില്ല. സോ നമ്മൾ ഡയറക്റ്റ് ഫിക്സറിലാണ് പുട്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ ക്ലിയർ ഫിലിം വിത്ത് നോ ഇമേജ്. If there is an exposure to sunlight, it produces a dark film with no image. If the film pack is reversed, okay, നമ്മൾ പ്ലേസ്മെൻറ്റ് ടൈമിൽ ഫിലിം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പ്ലേസ് ചെയ്യുന്നത്, it can produce an herringbone pattern. Okay, excessive fixing of the X-ray film reduces its density. Okay, കുറേ ടൈം നമ്മളത് ഫിക്സ് ചെയ്താൽ it can reduce the density of the X-ray film.
Processing solution is checked by using a step wedge phantom or a normalizing device. Okay, what you mean by a step wedge phantom? It is a quality assurance device for the processing solution. Okay, അത് എത്രത്തോളം ഇമേജിനെ ഡാർക്ക് ചെയ്യും and കെമിക്കൽസിനെ അസസ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റെപ്പ് വെഡ്ജ് ഫാൻഡം ടെക്നിക്. Okay, it is used by the help of a step wedge phantom and it is a quality assurance technique. Okay, it is used to assess the chemicals in the processing solutions. Next is the extraoral films. They are those that are placed outside the mouth during the exposure. Okay, ഇൻട്രാ ഓറൽ അല്ലാണ്ടുള്ള പുറത്ത് വെച്ചിട്ട് നമ്മൾ ഇമേജ് പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിലിംസ് ആണ് എക്സ്ട്രാ ഓറൽ ഫിലിംസ് ഓർ ദേ ആർ കൈൻഡ് ഓഫ് എ കാസറ്റ് ലൈക്ക്. ഓക്കെ, കൺവെൻഷണൽ റേഡിയോഗ്രാഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാസറ്റ്സ് ആണ് മെയിൻലി എക്സ്ട്രാ ഓറൽ ഫിലിംസ്. ദേ ആർ യൂസ് ടു എക്സാമിൻ ലാർജർ ഏരിയാസ് ഓഫ് ദ സ്കൾസ് ആൻഡ് ദ ജോസ്. ഓക്കെ, നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചേഴ്സ്, അതിൻ്റെ PA വ്യൂ, PNS വ്യൂ, ഓക്കെ, SMV വ്യൂ ഒക്കെ അതിൻ്റെ എക്സ്ട്രാ ഓറൽ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡിങ് ദ ഏരിയാസ് ഓഫ് സ്കൾസ് ആൻഡ് ജോസ് അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എക്സ്ട്രാ ഓറൽ ഫിലിംസ് ഓർ ദ film cassettes. They are mainly of two types, non-screen films and the screen films, and they are available in various sizes. The first one is the non-screen films. Okay, non-screen films means they don't use a intensifying screen. അവിടെ intensifying screen യൂസ് ചെയ്യുന്നില്ല. Without the use of intensifying screen, the emulsion is sensitive to direct X-ray exposure rather than a fluorescent light. Okay, the ഫിലിമിലുള്ള emulsion is sensitive to the X-ray, but there is no fluorescent light use. Okay, that means they are not using a intensifying screens. They have a slower function and a longer exposure time and image produces so sharper. Okay, and but this is not recommended for the dental use. Non-screen films are not recommended for the dental use. നമ്മൾ dental use ചെയ്യുന്നത് സ്ക്രീൻ ഫിലിംസ് ആണ് with the help of intensifying screens. അങ്ങനെയുള്ളതാണ് dental യൂസിന് യൂസ് ചെയ്യുന്നത്. Okay, coming to the screen films which we are using in the dental field, they are used with the help of intensifying screens that emit the visible light. Okay, the screen is usually placed on either side of the film. ഫിലിമിൻ്റെ രണ്ട് സൈഡിലും ഈ സ്ക്രീൻസ് അല്ലെങ്കിൽ intensifying screens വെക്കുന്നുണ്ട് to emit the visible light. They are held under pressure in a rigid manner so that the fluorescent layer of the screen and the film are pressed together closely. Okay, ആ ഒരു പ്രഷറിലാണ് ഇത് യൂഷ്വലി ഹെൽഡ് ചെയ്യുന്നത്. They are more sensitive to light than the X-rays. So, in short, the intensifying screens എന്തിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്? ടു റെഡ്യൂസ് ദ പേഷ്യൻ്റ് എക്സ്പോഷർ. ഓക്കെ, പേഷ്യൻറ്റിലേക്കുള്ള എക്സ്റേയുടെ എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടി. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്നറിയാം, ദേ ഇൻറ്റൻസിഫൈ ദ എഫക്റ്റ് ഓഫ് ദ എക്സ്റേസ് ഓൺ ദ ഫിലിം. എക്സ്റേസിൽ വരുന്ന ആ എക്സ്റേയുടെ എക്സ്പോഷറിനെ ഇൻറ്റൻസിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ്, ദേ പ്രൊഡ്യൂസ് എ ലെസ് റേഡിയേഷൻ വിച്ച് ഇസ് റിക്വയർഡ് ടു എക്സ്പോസ് എ സ്ക്രീൻ ഫിലിം. അത് കാരണം എക്സ്പോഷർ, എക്സ്റേ റേഡിയേഷൻ്റെ എക്സ്പോഷർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, ദ എക്സ്റേ ഇൻറ്റൻസിഫൈങ് സ്ക്രീൻ ഇറ്റ് ഇസ് എ ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫർ ദ എക്സ്റേ എനർജി ഇൻ ടു വിസിബിൾ ലൈറ്റ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് എക്സ്റേ എനർജിയെ വിസിബിൾ ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദ വിസിബിൾ ലൈറ്റ് ഇൻ ടേൺ എക്സ്പോസസ് ദ സ്ക്രീൻ ഫിലിം. Okay, main function is to reduce the X-ray exposure to the film, thereby intensifying the X-rays. X-ray effect ne intensify and reduce the exposure to the patient. Next are the grids. They are devices which reduce the amount of the scattered radiation reaching the film. Okay, still allowing the patterns containing the primary beams to reach the film. Main function of grids എന്താണ്? To reduce the amount of the scattered radiation. Scattered radiation amount നെ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഗ്രിഡ്സ് എന്ന് പറയുന്നത്. They are used in radiography to reduce fogging. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സ്കാറ്റേർഡ് റേഡിയേഷനെ പ്രിവെൻറ്റ് ചെയ്യുക, thereby to reduce the fogging. The grid prevents the scattered radiation from reaching the film. The scattered radiation causes fog and reduces the contrast of the film. Scattered radiation fogനെ reduce ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. Also reducing the amount of the scattered radiation. Okay, next is the types of the grid. Okay, types of grid mainly just namesake ഓർത്തിരുന്നാൽ മതി. Focus grids and the non-focus grids, and also there will be stationary grids and the മൂവിങ് ഗ്രിഡ്സ്. ഓക്കെ, രണ്ട് തരത്തിലുണ്ട്, ഫോക്കസ്ഡും നോൺ ഫോക്കസ്ഡും ഉണ്ട്, സ്റ്റേഷനറിയും ഉണ്ട്, മൂവിങ്ങും ഉണ്ട്. ഓക്കെ, ഇമേജിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പേഷ്യൻറ്റിലേക്ക് വരുന്ന എക്സ്റേ റേഡിയേഷൻ, കുറേ റേഡിയേഷൻ സ്കാറ്റർ ചെയ്ത് പോകുന്നതിന് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഗ്രിഡ്. ഓക്കെ, ദി ഗ്രിഡ്സ് ദേ ആർ ഡിവൈസസ് വിച്ച് ആർ യൂഷ്വലി പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദ സ്കാറ്റേർഡ് റേഡിയേഷൻ. സ്കാറ്റേർഡ് റേഡിയേഷൻ വരുന്ന പാത്തിലാണ് ഈ ഗ്രിഡ് പ്ലേസ് ചെയ്യുന്നത്.
ഓക്കെ, അത് ഒന്നെങ്കിൽ അത് ഫോക്കസ്ഡ് ഗ്രിഡ് ആവാം, അല്ലെങ്കിൽ നോൺ ഫോക്കസ്ഡ് ഗ്രിഡ് ആവാം, ഒന്നെങ്കിൽ അത് സ്റ്റേഷനറി ആവാം. മൂവിങ് ഗ്രിഡ്സ് നമുക്കറിയാം, പോട്ടോ ബക്കി ഗ്രിഡ്സ് ഒക്കെ അല്ലേ, പോട്ടഡ് ബക്കി ഡയഫ്രം അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രിഡ്സിന് നമ്മൾ മൂവിങ് ഗ്രിഡ്സ് എന്ന് പറയും. ഓക്കെ, എല്ലാത്തിൻ്റെയും സെയിം പർപ്പസ് എന്നാണ്, ടു റെഡ്യൂസ് ദ സ്കാറ്റേർഡ് റേഡിയേഷൻ ആൻഡ് ദെയർ ബൈ റെഡ്യൂസിങ് ദ ഫോഗ് ഓഫ് ദ എക്സ്റേ ഫിലിം. നെക്സ്റ്റ് റാൻഡമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മുടെ ഫിലിമിൻ്റെ സൈസ് ഒക്കെ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ബൈറ്റ് ഫിലിമിൻ്റെയും IOPRൻ്റെയും സൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 32x41 mm. ആൻറ്റീരിയർ ടീത്തിൻ്റെ വ്യൂസിന് ഇറ്റ് ഇസ് 24x40 mm. ഓക്കെ, ചിൽഡ്രൻ നമ്മൾ യൂസ് ചെയ്യുന്ന IOPR ഫിലിം ഇറ്റ് ഇസ് 22x35 mm. ആൻഡ് ഫോർ ഒക്ലൂഷ്യൽ ഫിലിംസ്, നമ്മുടെ ഒക്ലൂഷ്യൽ ഫിലിംസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അബൌട്ട് 57x76 mm. Okay, just mug up these values. Okay, commonly asked for children and also for the size of the IOPR and also occlusive films also questions ചോദിച്ചു കണ്ടിട്ടുണ്ട്. Next is about the film speed. Film speed, it refers to the amount of radiation required to produce an image of standard density. Okay, ഒരു ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഡെൻസിറ്റിയിലുള്ള ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് റേഡിയേഷൻ. ഓക്കെ, അതിനെ നമ്മൾ പറയുന്നത് ഫിലിം സ്പീഡ്. ഓക്കെ, ഫിലിം ഫാസ്റ്റർ ആണെങ്കിൽ ലെസ് റേഡിയേഷൻ ഇസ് നെസസറി ടു പ്രൊഡ്യൂസ് ദ ഇമേജ്. ഓക്കെ, അതിനാണ് നമ്മൾ ഫിലിം സ്പീഡ് പറഞ്ഞത്. അതിനകത്ത് ഏറ്റവും ഡെൻറ്റൽ ഫിലിമിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എഫ് സ്പീഡ്. ഓക്കെ, എഫ് സ്പീഡ് ഇസ് എ ഫാസ്റ്റസ്റ്റ് ഡെൻറ്റൽ ഫിലിം. ഓക്കെ, നല്ല ഇമേജ് ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇറ്റ് ഇസ് എ ഡി സ്പീഡ് ഫിലിം. ആൻഡ് ഫോർ കേരിയസ് ഡിറ്റക്ഷൻ ഒക്കെ അഗെയിൻ യൂസ് ചെയ്യുന്നത് എഫ് സ്പീഡ് ഫിലിം. ഓക്കെ, റിമെമ്പർ എഫ് സ്പീഡ് ഫിലിം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഡെൻറ്റൽ ഫിലിം ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദ കേരിയസ് ഡിറ്റക്ഷൻ. Okay, and the D-speed film, it produces the best image quality. Next is the radiographic density. It is the overall degree of darkening of an exposed film. Okay, or exposed film inde എത്രത്തോളം അത് ഡാർക്കൻ ആയി എന്നുള്ളൊരു ഇതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ് റേഡിയോഗ്രാഫിക് ഡെൻസിറ്റി. It can be increased by increasing the KVP, MA or the exposure time. That means the radiographic density is directly proportional to the KVP, milliampere and the exposure time. And by reducing the focal spot distance, which means radiographic density is inversely proportional to the focal spot distance. Okay, not that radiographic density can be increased by increasing the KVP, milliampere and the exposure time, and it can be increased by reducing the focal spot distance also. A film is of greatest diagnostic value and structure of interest is between 0.6 and 3 optical density units. Okay, radiographic film is of greatest diagnostic value when it is of radiographic density is between 0.6 and 3 optical density units. Next is the object with low density allows the photons to pass through them and they are imaged as radiolucent. Okay, we know the which allows photons to pass through them are radiolucent, and the object with high density causes attenuation of the X-ray photons. They do not allow the X-ray radiation to pass through them. They are radio opaque. Okay, similar to our opaque and like opaque and what fluorescent objects, no, we tell in the terms of light. Similarly, the same way it is about the radiation also, radio opaque and it is radiolucent. Okay, so next is a question that is often asked: to obtain a better information of a cyst eroding the surface of a cortex. Okay, how we can obtain a better information of a cyst that is eroding the surface of a cortex? What we should do? We should either the exposure time should increase or the exposure time should reduce, or KVP should be, such options will be there. Okay, reducing the KVP time or the MA is reduced, but the answer is the exposure time should be reduced. Okay, why the exposure time is reduced? To get a better information of a cyst eroding the surface of the cortex, it is because a radiographic with low radiographic density is required to differentiate the margins of a cyst from the surface of the cortex. We have to appreciate the margins of a cyst, okay, when it erodes the surface of the cortex. So what do you have to do? We have to reduce the radiographic density. So radiographic density can be reduced by reducing the exposure time. Reduction in the exposure time reduces the number of the photons reaching the film and thus decreases the density of the radiograph. We know they are directly proportional. So reduction in the exposure time reduces the radiographic density, which gives a better information about a cyst. Like it can helpful in demarcating the margins of a cyst which is eroding the surface of a cortex. So in that such cases we should reduce the exposure time. That is, the exposure time is reduced in
such cases. Okay, nothing to do with the MA, okay, KVP, nothing like that. What you have to do is exposure time is reduced. Next is about KVP. Okay, higher KVP decreases the film contrast and reduces the patient exposure by increasing the quality and the quantity of the X-ray beam. Okay, high KVP can decrease the film contrast and can reduce the patient exposure by increasing the quality and the quantity of the X-ray beam. It is disadvantageous to the film and advantageous to the patient. Okay, high KVP decrease. Okay, higher KVP is disadvantageous to the film, but in the same way it can be advantageous to the patient. A low KVP technique is most advantageous in demonstrating the incipient caries. Incipient caries ഒക്കെ determine ചെയ്യാൻ always prefer low KVP technique. Less KVP, greater contrast. Always remember, okay, KVP കുറയുമ്പോൾ film contrast കൂടും. Always note that, okay. Next is about resolution. Okay, high resolution, which means direct exposure of film, is used in intraoral examination because it produces higher resolution of the images. Okay, നമ്മൾ intraoral technique എപ്പോഴും ഫിലിമിന് direct exposure ആണ് യൂസ് ചെയ്യുന്നത് because എന്താണ്, they produce images with a higher resolution. അതെന്തിനാണ് helpful? It is used for the detection of incipient caries or early periapical disease. So we say myopia film has a higher resolution. Okay, but in the same way our screen films and the panoramic radiograph, they produces images of low resolution. അതെന്തായിരിക്കും, അവിടെ ഫിലിമിൻ്റെ exposure it is indirect ആയിരിക്കും. അപ്പോൾ resolution എപ്പോഴും it is high for IOPR and it is less for screen films and our OPG or the panoramic radiographs. So that's about X-ray films, screens and processing. Okay, ഇതൊക്കെയാണ് frequently asked questions. Okay, thank you.